ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30 ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. ഇവിടെ എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് എൽ ഈസ് ബീങ് റൊട്ടേറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ സ്പീഡ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ്. ഒന്ന് വരച്ചാലോ? ഇവിടെ പറയുന്നത് ഈ രീതിയിലൊരു റോഡുണ്ട്, യൂണിഫോം റോഡ്. ഓക്കെ, ഇങ്ങനൊരു റോഡുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത്ത് എല്ലാണ്. ഇതിൻ്റെ ഒരെൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനിങ്ങനെ കറക്കുകയാണ്. കണ്ടോ? ഈ ഒരു പ്ലെയിനിലിട്ട് ഇങ്ങനെ കറക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ കറങ്ങുകയാണ്. ഇത് ക്ലിയർ? അപ്പോൾ ഇത് കറങ്ങുന്ന ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻ്റ് ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ ഒമേഗ എന്ന് എടുക്കാം, എന്നിട്ട് ബാക്കി വായിക്കാം. ഇഫ് ദ ടെൻഷൻ ജനറേറ്റഡ് ഇൻ ദ റോഡ് ഡ്യൂ ടു റൊട്ടേഷൻ ഈസ് ടി ഓഫ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രോം ദ ആക്സിസ്. അപ്പോൾ ഇത് ഈ വസ്തു ഇങ്ങനെ കറങ്ങുമ്പോൾ, ഒരു വസ്തു കറങ്ങുമ്പോൾ അതിലൊരു ടെൻഷൻ ഫോം ചെയ്യും. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. തൽക്കാലം മനസ്സിലാക്കുക, ഒരു ടെൻഷൻ ഫോം ചെയ്യും. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ആക്സിസിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടെൻഷൻ്റെ വാല്യൂ ടി ഓഫ് എക്സ് ആണെങ്കിൽ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് ഡെപ്പിക്സ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി. ഇതിൽ ടെൻഷനും എക്സും തമ്മിലുള്ള ഗ്രാഫുകളുണ്ട്. ഇതിൽ ഏത് ഗ്രാഫാണ് ഈ സിറ്റുവേഷന് കൂടുതൽ മാച്ചായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇത് കറങ്ങുമ്പോൾ എങ്ങനെയാണ് സാർ ടെൻഷൻ ഉണ്ടാവുക? അത് ഞാൻ പറയാം. നമ്മൾ നിങ്ങൾ പണ്ടുണ്ടോയെന്ന് അറിയില്ല, ശ്രദ്ധിക്കാം. പെൺപിള്ളേരാണ്. ഇങ്ങനെ കൈ പിടിച്ചിട്ട് അവർക്കൊരു പരിപാടിയുണ്ട്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ വട്ടം കറങ്ങും. രണ്ടുപേര് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറങ്ങണ പരിപാടിയുണ്ട്. അപ്പോൾ വട്ടം കറങ്ങുന്ന സമയത്ത് മനസ്സിലായി നിങ്ങൾക്ക്? കൈ പിടിച്ചിട്ട് വട്ടം നാരങ്ങ, എന്തോ കളിയുടെ പേര്, എന്തോ ഇങ്ങനെ കറങ്ങുവരിങ്ങനെ. അപ്പോൾ കറങ്ങുന്ന സമയത്ത് പുറത്തേക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഇങ്ങനെ സർക്കുലാർ മോഷൻ വട്ടം കറങ്ങുകയാണെങ്കിൽ പുറത്തേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിൻ്റെ വാല്യൂ എം ഒമേഗ സ്ക്വയർ ആറാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മൂലം ഇവരുടെ കയ്യിലൊരു വലിച്ചിൽ അനുഭവപ്പെടും, ഒരു ടെൻഷൻ അനുഭവപ്പെടും. അപ്പോൾ ഇതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് ബാക്കി കഥകൾ പറയാം കേട്ടോ. ഇനി ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഈ പോയിന്റിലെ ടെൻഷൻ, അതിനെക്കുറിച്ചാണ് പറയുന്നത്, എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ടെൻഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏത് പോയിൻ്റാണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ റോഡിനെ അങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആ പോയിന്റ് വെച്ചിട്ട് റോഡിനെ ഞാൻ കട്ട് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു റോഡിനെ കുറിച്ചാണ് സംസാരിക്കുക. ഓക്കെ, ഈ റോഡ് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ആക്സിസ് വരുന്ന എവിടെയാണ്? ഈ ഒരു ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, ശരി. ഇനി ഈ റോഡിനെ കുറിച്ചാണ് സംസാരിക്കുക. ഈ റോഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഈ റോഡിൻ്റെ ലെങ്ത്ത് എൽ മൈനസ് എക്സ് ആണ് ഈ റോഡിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ, ഇത് കറങ്ങുമായിരുന്നല്ലേ, ഈ റോഡ് കറങ്ങുമ്പോൾ ഇതിന് മേലെ പുറത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, എം ഒമേഗ സ്ക്വയർ ആർ. അതായത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ. പക്ഷേ ഈ റോഡിൻ്റെ മേലെ പുറത്തേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ റോഡ് ഇവിടെ നിന്ന് വിട്ടുപോയാൽ, ഈ റോഡ് ഇവിടെ നിന്ന് മുറിഞ്ഞു പോയാൽ ഇല്ല. അതിനർത്ഥം എന്താ? വിട്ടുപോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ ഫോഴ്സിനെ ആരോ ഇങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതാരാണ് സാർ? അതാണ് ഈ ഇവിടെ ഉണ്ടായ ടെൻഷൻ. കണ്ടോ? ഈ ഫോഴ്സ് മൂലം ഇത് ഇവിടെ നിന്ന് വിട്ടുപോയില്ല. അതിനർത്ഥം ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്തു. ആ വലിച്ചിൽ മൂലം ഇവിടെ ഉണ്ടായ ഫോഴ്സ് ടെൻഷനാണ്. സോ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണടാ. ഈ ഒരു സിറ്റുവേഷനിൽ ടെൻഷൻ എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ ആറിനെ ബാലൻസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ടെൻഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഫിനിഷ്ഡ്. പരിപാടി ഫിനിഷ്ഡ് ആവും. ഓക്കെ, സോ വിസിബിൾ അല്ലേ? യെസ്. സോ നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു റോഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ മാസ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. റോഡിൻ്റെ മാസ് അതെങ്ങനെയാണ് സാർ ഇട്ട് കൊടുക്കുക? റോഡിൻ്റെ മാസ് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന റോഡ് എൽ ലെങ്ത്തുള്ള റോഡിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാനൊരു ക്വാണ്ടിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആ റോഡിൻ്റെ മാസ്, ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ആ റോഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. ലീനിയർ മാസ് ഡെൻസിറ്റി എന്നൊക്കെ പറയും. അതായത് ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻറ്റിമീറ്ററിൽ ഉള്ള മാസിനെയാണ് നമ്മൾ എന്താ പറയുക? മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ എത്ര മാസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 സെൻറ്റിമീറ്ററുള്ള മാസ് കണ്ടുപിടിക്കാൻ ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ നമുക്ക് ഈ റോഡിൻ്റെ മാസ് അല്ല വേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? എൽ മൈനസ് എക്സ് സെൻറ്റിമീറ്റർ. അപ്പോൾ എൽ മൈനസ് എക്സ് സെൻറ്റിമീറ്ററിൽ എത്ര മാസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എൽ മൈനസ് എക്സിനെ
ഈ m/l കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ മാസ്, ഈ റോഡിൻ്റെ മാസ് എത്രയായിരിക്കും? മാസ് എന്ന് പറയുന്നത് m/l × l - x ആയിരിക്കും. ക്ലിയർ? ഇനി കറങ്ങുന്ന സ്പീഡ് ഒമേഗയാണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ω², അത് അതുപോലെ തന്നെ ഇട്ടു. ഇനി ഇവിടെ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് ഈ റോഡ് കറങ്ങുന്നത് അല്ലേ? ഇവിടെയാണ് ആക്സിസ് വരുന്നത് അല്ലേ? ഈ ആക്സിസ് ഫിക്സ് ചെയ്ത ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടല്ല കറങ്ങുന്നത്. അപ്പോൾ ഈ ആക്സിസിൽ നിന്നും ഈ മാസിലേക്കുള്ള ദൂരമാണ് എന്ത്? r എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ നിന്ന് r എടുക്കുമ്പോൾ സാർ ഇവിടെ മാസമുണ്ട്, ഇവിടെ മാസമുണ്ട്, ഇവിടെ മാസമുണ്ട്, ഇവിടെ മാസമുണ്ട് അല്ലേ? ഇതൊരു കണ്ടിന്യൂസ് മാസമാണ്. ഇതിൽ ഏത് പോയിന്റിലേക്കുള്ള ദൂരമാണ് ഞാൻ റേഡിയസ് ആയിട്ട് എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഒരു വസ്തുവിൻ്റെ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യപ്പെടുന്ന പോയിൻ്റാണ് അല്ലേ? ഈ പേനയുടെ മാസ് മൊത്തം എവിടെയാണെന്ന് പറയാം? ഈ സെൻറ്റർ പോയിന്റിലാണെന്ന് പറയാം അല്ലേ? അപ്പോൾ അതുപോലെ ഞാൻ പറയുകയാണ് ഈ റോഡിൻ്റെ മാസ് മൊത്തം ഈ ഒരു പോയിന്റിലാണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ്. അപ്പോൾ ഈ നോക്കി ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം ക്വസ്റ്റ്യനിൽ പറഞ്ഞ x ആണ്. പിന്നെ ഈ ദൂരം എത്രയായിരിക്കും? ടോട്ടൽ L ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ടോട്ടൽ എത്ര? ഇതിൻ്റെ ലെങ്ത് എത്ര? L - x ആണ് അല്ലേ? അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L - x/2. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് നമ്മൾ r എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടത്. അത് എത്രയായിരിക്കും? r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + L - x/2 ആയിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം കേട്ടോ, ഒന്നും കൂടെ എഴുതാം. r = x + L - x/2. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഇത് 2x + L - x/2 എന്ന് കിട്ടും. അതായത് 2x - x. അതായത് ദിസ് ഈസ് നത്തിങ് ബട്ട് L + x/2 എന്ന് കിട്ടും. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണ്? L + x/2. പരിപാടികൾ കഴിഞ്ഞു. ടെൻഷൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? സാർ ഇവിടെ ഒരു m/l ഉണ്ട്, ഇവിടെ L - x, L + x. ഇതെന്താ സാധനം? a - b × a + b, a² - b², L² - x² എന്ന് എഴുതി കൂടെ. പിന്നെ അവിടെ എന്താ ഉള്ളത്? ഒരു 2 ഉണ്ട് അവിടെ, പിന്നെ ഒരു ω² ഉണ്ട്. പരിപാടി ഫിനിഷ്ഡ്. നമുക്ക് എന്താ വേണ്ടത്? ടെൻഷനും എക്സും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ടെൻഷനും എക്സ് തമ്മിലുള്ള റിലേഷൻ എന്താ? ഇവിടെ ടെൻഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ പവറുമായിട്ട്, എക്സിൻ്റെ സ്ക്വയറുമായിട്ടാണ് റിലേഷൻ അല്ലേ? ടെൻഷൻ എക്സിൻ്റെ പവർ 1 ആയിട്ടാണ് റിലേഷൻ എങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയേനെ. ഓക്കെ, ഇവിടെ പവർ 2 ആണ്, അതുകൊണ്ട് ഈ 2 ഓപ്ഷൻ പോസിബിൾ അല്ല, സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഒരെണ്ണമാവും. അതെങ്ങനെ കണ്ടുപിടിക്കുക? എക്സിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് 0 എന്ന് ഇട്ട് കൊടുത്ത്, ഇവിടെ x 0 ആയെന്ന് വിചാരിക്കും. അപ്പോൾ ടെൻഷൻ്റെ വാല്യൂ എന്തായിരിക്കും? x 0 ആകുമ്പോൾ ടെൻഷൻ്റെ വാല്യൂ m/l L² ω²/2. അപ്പോൾ x 0 ആവുന്നിടത്ത് ടെൻഷൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. യെസ് ഓർ നോ? ഈ ഗ്രാഫിൽ x 0 ആകുമ്പോൾ ടെൻഷൻ്റെ വാല്യൂ 0 ആയാൽ, പക്ഷേ x 0 ആകുമ്പോൾ ടെൻഷൻ്റെ വാല്യൂ മാക്സിമം ആണ് ഇക്വേഷൻ വഴി കിട്ടിയത്. സോ ദിസ് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഫിക്സ്ഡ് ടു വൺ എൻഡ് ഓഫ് എ ലൈറ്റ് സ്പ്രിങ് ഹാവിങ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് k. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്പ്രിങ് ഉണ്ടടാ, ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്പ്രിങ് ഉണ്ട്. അതിൻ്റെ അറ്റത്തായിട്ടൊരു മാസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ എൻഡിലായിട്ട് ഒരു മാസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് k ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, സ്പ്രിങ്ങിൻ്റെ പ്രത്യേകതയാണ് അതിനൊരു ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും, അത് k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്തുണ്ടായത്? അൺസ്ട്രെച്ച്ഡ് ലെങ്ത്ത്, ഇത് സ്ട്രെച്ച് ചെയ്യാത്തപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? സ്ട്രെച്ച് ചെയ്യാതിരിക്കുമ്പോൾ ലെങ്ത്ത് L ആണ്. ഇനി പറയുന്നത് എന്താ? ദ അതർ എൻഡ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്ത് വെച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി പറയുന്നത് ദ സിസ്റ്റം ഈസ് ഗിവൺ ആൻ ആംഗുലാർ സ്പീഡ് ഒമേഗ. അപ്പോൾ ആംഗുലാർ സ്പീഡ് എപ്പോഴാണ് കിട്ടുക? കറക്കുമ്പോൾ, ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ആംഗുലാർ സ്പീഡ് കിട്ടുക. അപ്പോൾ ഇത് കറങ്ങുമ്പോഴുള്ള ആംഗുലാർ സ്പീഡ് ഒമേഗ എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കി വായിക്കാം. അപ്പോൾ എബൌട്ട് ദ ഫിക്സ്ഡ് എൻഡ്, ഈ എൻഡിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഇത് കറങ്ങുകയാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ, സച്ച് ദാറ്റ് ഇറ്റ് റൊട്ടേറ്റ്സ് ഇൻ എ സർക്കിൾ ഇൻ ഗ്രാവിറ്റി ഫ്രീ സ്പേസ്. അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്ത സ്പേസിലാണ് കറങ്ങുന്നത്. ശരി, എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞു, അതൊക്കെ പോട്ടെ. ഇതാണ് നമുക്ക് ചോദ്യം. ദെൻ ദ സ്ട്രെച്ച് ഇൻ ദ സ്പ്രിങ് ഈസ്, അവിടെ നേരത്തെ അതേ കഥ തന്നെ. നമ്മളൊരു സാധനത്തിനെ കറക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന് വലിച്ചിൽ അനുഭവപ്പെടും. കണ്ടോ, ഇങ്ങനെയുള്ള സ്പ്രിങ് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? കറങ്ങുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് കണ്ടോ, ഈ രീതിയിലേക്ക് വലിയും. അതായത് എക്സ് ഡിസ്റ്റൻസ് എന്താ വലിഞ്ഞു. സാർ ഇത് വലിയാനായിട്ടുള്ള കാരണം എന്താ? കറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് m² എയർ ആക്ട് ചെയ്യും. കണ്ടോ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഏതൊരു വസ്തു കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മേലെ എന്ത് ചെയ്യും? ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ട്രെച്ച് അനുഭവപ്പെട്ടത്.
ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര സ്ട്രെച്ച് ഉണ്ടായെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം പരിപാടി ശ്രദ്ധിക്കുക. അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് ഇത് വലിഞ്ഞു, പക്ഷെ ഇത് വിട്ടുപോയാൽ, ഇത് ഇവിടെ നിന്ന് പൊട്ടിപ്പോയാൽ അതിനർത്ഥം എന്താ? പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ? സാർ ഈ സ്ട്രെച്ചിനെ അല്ലെങ്കിൽ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ഇതിലുള്ള ഏതൊരു ഫോഴ്സ്, സ്പ്രിങ്ങിലുള്ള ഫോഴ്സ് ഏതാ? സ്പ്രിങ്ങിനെ അങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ സ്പ്രിങ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഒരു കേസ്, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ആക്റ്റീവ് അല്ലേ? അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ കേസിൽ അങ്ങോട്ടേക്കുള്ള ഒമേഗ സ്ക്വയർ എക്സിന് ഇവിടെ എഴുതട്ടെ, അങ്ങോട്ടേക്കുള്ള ഒമേഗ സ്ക്വയർ ആറിനെ ആര് ബാലൻസ് ചെയ്തു? ഈ വലിച്ചിൽ മൂലം, ഈ എക്സ് വലിച്ചിൽ മൂലം ഉണ്ടായ സ്പ്രിങ് ഫോഴ്സ് ബാലൻസ് ചെയ്തു. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ നമുക്കിവിടെ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാണ്ട്, ഇവിടെ മാസ് എം ആണ്. ഓക്കെ. ഈ ബ്ലോക്കിൻ്റെ മാസ്, കറങ്ങുന്ന വസ്തു എന്താ? ബ്ലോക്കല്ല, ഇതെന്ന് പറഞ്ഞൊരു മാസ്ലെസ് സ്പ്രിങ് ആണെന്നൊക്കെ തന്നിട്ടുണ്ട്, ലൈറ്റ് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ മാസ് കൺസിഡർ ചെയ്യണ്ട, മെയിനായിട്ട് ഈ ബ്ലോക്കിൻ്റെ മാസ് എം എടുത്താൽ മതി. ശരി. പിന്നെ ഉള്ളത് ഒമേഗ എന്ന് തന്നിട്ടുണ്ട്. ആറ് കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? അപ്പോൾ ആക്സിസിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണെന്ത്? ആക്സിസിൽ നിന്ന് മാസിലേക്കുള്ള ദൂരമാണ് നമ്മുടെ റേഡിയസ്. അത് എത്രയായിരിക്കും സാർ? ഇതെല്ലാം പിന്നെ ഒരു എക്സും കൂടി ഉണ്ട്. അപ്പോൾ ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L+x ആയിരിക്കും. അപ്പോൾ ഇവിടെ എം ഒമേഗ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ എന്താ? L+x ആണ് അല്ലേ? L+x = kx എന്ന് എഴുതി. ശരിയല്ലേ? യെസ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ പരിപാടിയാണടാ, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ, ഞാൻ ഇവിടെ ചെയ്യട്ടെ, ഇതിൻ്റെ താഴെ തന്നെ ചെയ്യാം, ഇവിടെ ആയിട്ട് ചെയ്യാം കേട്ടോ. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എം ഒമേഗ സ്ക്വയർ L പ്ലസ് എം ഒമേഗ സ്ക്വയർ എക്സ് = kx എന്ന് കിട്ടി. ശരിയല്ലേ? ഇതിൽ നിന്ന് എം വിസിബിൾ അല്ലേ? എം ഒമേഗ സ്ക്വയർ L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക സാർ? kx മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ്. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സിൽ കോമൺ അല്ലേ? എക്സിനെ പുറത്തെടുത്തു, അകത്ത് എന്തുള്ളത്? കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഉണ്ടല്ലേ? ഇവിടെ എന്തുള്ളത്? ഇവിടെ എം ഒമേഗ സ്ക്വയർ എൽ ഉണ്ട്. ഇതിൽ നിന്ന് എക്സ് എന്തായിരിക്കും? ഈ ടൈമിന് ഇപ്പുറത്തേക്ക് എടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരു എം ഒമേഗ സ്ക്വയർ എൽ ഉണ്ട്, ഡിവൈഡഡ് ബൈ കെ മൈനസ് എം ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എം ഒമേഗ സ്ക്വയർ എൽ ഒമേഗ സ്ക്വയർ ദെൻ കെ മൈനസ് എം ഒമേഗ സ്ക്വയർ. ഓപ്ഷൻ ഡി അല്ലേ ശരി?